ഇത് സഞ്ജു സാംസണെക്കുറിച്ചല്ല, വിഴിഞ്ഞത്തെ കല്ലും വെട്ടാങ്കുഴിയിലുള്ള പള്ളിയുടെ എതിർവശത്തായി നിലകൊള്ളുന്ന ആ വീട്ടിലെ ഗൃഹനാഥനെക്കുറിച്ചാണ്. പേര് പറഞ്ഞാൽ മാത്രം മതി, ഇന്നാ മനുഷ്യനെ ലോകമറിയും. സാംസൺ വിശ്വനാഥ്. ക്രൈം ക്യാപിറ്റൽ എന്ന് പേരുകേട്ട കാൽനൂറ്റാണ്ടിനു മുമ്പുള്ള ഡൽഹി, ചോരയുടെ മണമുള്ള, കളവുകളുടെയും മറ്റു കുറ്റകൃത്യങ്ങളുടെയും കേന്ദ്രമായ ഡൽഹി നഗരത്തിലെ ക്രമസമാധാന ചുമതലയിലുള്ള പോലീസുകാരിലൊരാളായിരുന്നു അയാൾ. രാത്രി ഡ്യൂട്ടി കഴിഞ്ഞെത്തുന്ന സഹപ്രവർത്തകർ തൊട്ടടുത്ത പകലിന്റെ പകുതിയോളം തലവഴി പുതപ്പുമൂടി ഉറങ്ങാൻ ആഗ്രഹിച്ചപ്പോൾ അയാൾ ഓരോ ദിനവും ഡൽഹിയുടെ തണുത്ത പ്രഭാതങ്ങളിലേക്ക് പുരാണത്തിലെ സാംസണെപ്പോലെ അക്ഷീണനായി ഉയർത്തെഴുന്നേറ്റു. ശേഷം കുട്ടികളുടെ കളിപ്പാട്ടങ്ങളുടെ കൂടെ കിടക്കുന്ന ക്രിക്കറ്റ് ബോളെടുത്ത് കൈകളിൽ തിരുമ്മി തണുപ്പകറ്റി. ചോക്ക് കഷ്ണങ്ങളാൽ 3 സ്റ്റമ്പുകൾ പോലീസ് ക്വാർട്ടേഴ്സിലെ മങ്ങിയ ചുമരിൽ അയാൾ വരച്ചുവച്ചിരുന്നു. അയാൾക്കത് വെറും സ്റ്റമ്പായിരുന്നില്ല, തന്റെ സ്വപ്നം പൂർത്തീകരിക്കാനുള്ള ദീർഘയാത്രയ്ക്കായുള്ള ടൂർ പ്ലാനറിലെ ആദ്യ രേഖാചിത്രമായിരുന്നു. ആ യാത്രയ്ക്കായി അയാൾ പണിഞ്ഞെടുത്തുകൊണ്ടിരുന്ന തേരിലെ 2 ചക്രങ്ങൾ അപ്പോൾ അയാളുടെ ചെറിയ മുറിയിലെ കിടക്കയിൽ ചുരുണ്ടുകിടന്ന് സുഖമായി ഉറങ്ങുകയായിരിക്കും സഞ്ജുവും ചേട്ടൻ സാലിയും. അവരെ വിളിച്ചുണർത്തി ക്രിക്കറ്റ് ബാറ്റ് കൈകളിൽ നൽകി അയാൾ താൻ വരച്ചുവെച്ച സ്റ്റമ്പുകൾക്ക് മുന്നിലെ സാങ്കൽപ്പിക മൈതാനത്തിലേക്ക് നയിച്ചു. അവിടെ അയാൾ ആ ചുമരിലെ ചോക്കുവരകളെ തെറിപ്പിച്ചുകളയുന്ന രീതിയിൽ അവർക്കായി നിരന്തരം പന്തെറിഞ്ഞുകൊടുത്തു. 4 കുഞ്ഞിക്കൈകൾ വേഗമേറിയ ആ പന്തുകളെ ആദ്യമൊക്കെ ഭയന്നുകൊണ്ടും പിന്നെ ആധികാരികമായും നേരിടിത്തുടങ്ങി. പിന്നീട് ഡൽഹി ക്വാർട്ടേഴ്സുകൾക്ക് മുന്നിലെ റോഡിൽ കോൺക്രീറ്റ് നിരത്തി അയാളൊരു ക്രിക്കറ്റ് പിച്ചൊരുക്കി. തന്നെയൊപ്പം ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന സഹകളിക്കാരെ അവിടേക്ക് വിളിച്ചുവരുത്തുകയും തന്റെ കുട്ടികൾക്കെതിരെ വേഗത്തിൽ പന്തെറിയിപ്പിക്കുകയും ചെയ്യുന്നതായിരുന്നു അയാളുടെ വലിയ സന്തോഷങ്ങളിലൊന്ന്. കണ്ണടച്ചു തുറക്കും മുൻപ് പന്ത് നെഞ്ചിലേക്കെത്തുന്ന വലിയ മത്സരങ്ങൾക്കായി മക്കളെ സജ്ജരാക്കാൻ ആ കോൺക്രീറ്റ് പിച്ചിന്റെ പകുതി വരെയും ഓടിക്കയറിയ ശേഷം അതിവേഗം പന്തെറിയാൻ സഹപ്രവർത്തകർക്ക് അയാൾ നിർദ്ദേശം നൽകിയിരുന്നു. പിന്നെ ഡൽഹിയിലെ കോച്ചിംഗ് ക്യാമ്പുകളിലേക്കും മത്സരങ്ങളിലേക്കും അവരുടെ ഭാരമേറിയ കിറ്റുകളും ചുമന്ന് അദ്ദേഹവും ലിജി സാംസണും നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരുന്നു. 2007-ൽ പ്രഥമ വേൾഡ് കപ്പ് T20 ട്രോഫിയുമായി ധോണിയും കൂട്ടരും ഡൽഹി വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോൾ അവിടെ പോലീസ് പണിയെടുക്കുകയായിരുന്നു സാംസൺ വിശ്വനാഥ്. ദേശീയ പതാകകൾ പാറിപ്പറക്കുന്ന ആഹ്ലാദാരവങ്ങൾക്കിടയിലേക്ക് ഒരു ട്രോഫിയും കൈകളിലേന്തി വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ധോണി കടന്നുവന്നപ്പോഴുഴന്ന വലിയ ഹർഷാരവങ്ങൾ അയാളുടെ കൈകളിലെ രോമങ്ങളെയും ത്രസിപ്പിച്ചു കാണണം. തന്റെ മക്കളെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് കളിക്കാരുടെ നിരയിലേക്ക് വളർത്താനുള്ള നിശ്ചയം അയാളുടെ മനസ്സിൽ കൂടുതൽ ശക്തി പ്രാപിക്കാൻ അതൊരു കാരണമായി. വർഷങ്ങളുടെ വിയർപ്പിനാൽ തുന്നിയിട്ട് കാക്കിക്കുപ്പായം ഡൽഹിയിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച് മക്കളെ ചേർത്തുപിടിച്ച് കേരളത്തിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ആദ്യകാലങ്ങളിൽ കടലിലേക്ക് പുറപ്പെട്ടുപോകുന്ന നാവികന് മുന്നിലെന്ന പോലെ അനാദിയായ അനിശ്ചിതത്വം മാത്രമായിരുന്നു അയാളുടെ മുന്നിൽ തെളിഞ്ഞു നിന്നിരുന്നത്. അന്ന് ഞാനും നിങ്ങളും മാധ്യമലോകവും പിന്നെ ചാട്ടുളി പോലെ തുളച്ചുകയറുന്ന വേദനിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ കമന്റുകളും അയാളുടെ ജീവിതത്തിനു ചുറ്റുമില്ലായിരുന്നു. വിശ്വനാഥ് സാംസന്റെ സംസാരരീതിയിൽ പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുമെങ്കിലും അയാളുടെ വിമർശനങ്ങളുടെ ഉള്ളറകളിൽ എന്നും കഴമ്പുണ്ടായിരുന്നു. ഇത്തരം വിമർശനങ്ങൾ കൊണ്ട് മേലധികാരികൾ കോപിച്ചാൽ സഞ്ജുവിന്റെ ഭാവിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഭയം എല്ലാവരെയും പിറകോട്ടു വലിച്ചു. എന്നാൽ അയാൾ രൂപപ്പെട്ടതങ്ങനെയല്ല. കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് മനസ്സിലാക്കിയ കഠിനമായൊരു ഭൂതകാലം അയാളുടെ ഓരോ അണുവിലും കൂടെയുണ്ട്. ട്രയൽസുകളുടെയും ക്യാമ്പുകളുടെയും ക്ലബ്ബുകളുടെയും മുന്നിൽ മക്കൾക്കു വേണ്ടി അലഞ്ഞ ആ കാലത്തു തുടങ്ങി ഇന്നുവരെയുള്ള ദിനങ്ങളിൽ രൂപപ്പെട്ട അനുഭവങ്ങൾ കൂടിയാണ് അയാളുടെ ക്രിക്കറ്റ് ബുദ്ധിയെ നിയന്ത്രിക്കുന്നത്. അവിടെ അനീതിക്കൊട്ടും സ്ഥാനമില്ല. വെസ്റ്റ് ഇൻഡീസിൽ നടന്ന വേൾഡ് കപ്പിൽ ഫോമിലായിട്ടും മുഴുവൻ മത്സരങ്ങളിലും ബെഞ്ചിലിരിക്കേണ്ടി വന്ന മകന്റെ ഹൃദയത്തിൽ പൊടിഞ്ഞ ചോരച്ചാലുകൾ കിലോമീറ്ററുകൾക്കിപ്പുറത്ത് അയാളെ തീർച്ചയായും ശ്വാസം മുട്ടിച്ചിട്ടുണ്ടാകും. ആ അനീതിക്കെതിരെ പിന്നീട് അവസരം വന്നപ്പോൾ അയാൾ സധൈര്യമുയർത്തിയ പ്രതികരണങ്ങൾ ക്രിക്കറ്റ് ലോകത്ത് മാറ്റങ്ങൾക്ക് തുടക്കമിട്ടു എന്ന് തന്നെ പറയാം. ഇത്തവണ വേൾഡ് കപ്പ് ടീമിൽ ഉൾപ്പെട്ട 15 പേരിൽ ആരും കളിക്കളത്തിൽ ഇറങ്ങാതെ മുറിവേറ്റ മനസ്സുമായി ബെഞ്ചിൽ ഒറ്റപ്പെട്ടുപോയില്ല. പരിക്കേറ്റ ഹർഷിത് റാണയ്ക്ക് പകരമെത്തിയ സിറാജ് പോലും ഒരു മാച്ച് കളിച്ചു. വേൾഡ് കപ്പ് കളിച്ച കളിക്കാരനും വേൾഡ് കപ്പിൽ സ്ക്വാഡിലുൾപ്പെട്ട കളിക്കാരനും തമ്മിലുള്ള വ്യത്യാസം എത്രയെന്ന് സാംസൺ വിശ്വനാഥ് ക്രിക്കറ്റ് ലോകത്തിന് സാക്ഷ്യംപ്പെടുത്തി നൽകി. അണ്ടർ 13 ടീമിൽ സഞ്ജുവിന് സെലക്ഷൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഡൽഹി വിട്ട് കേരളത്തിലേക്ക് യാത്ര പുറപ്പെടാനുള്ള തീരുമാനം ജനിക്കുന്നത് ഞൊടിയിടത്തിലാണ്. അത് സാംസൺ എന്ന പിതാവ് നമ്മൾ ചിന്തിക്കുന്നതുപോലെ നിശ്ചിത കളത്തിലൊതുങ്ങാത്തതുകൊണ്ടുകൂടിയാണ്. ശ്രീലങ്കയ്ക്കു വേണ്ടി കളിക്കാനാണോ താൻ ഈ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതെന്ന് ചോദിച്ച സഹകളിക്കാരനോട് അക്കാലത്തു തന്നെ അയാൾ കൊമ്പുകോർക്കുന്നത് തന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ബോധ്യവും വാശിയുമുള്ളതുകൊണ്ടുകൂടിയാണ്. അന്നേ റോ ആയിരുന്നു, ജെനുവിനായിരുന്നു, വികാരങ്ങൾ മറച്ചുവെക്കാത്തവനായിരുന്നു. ഇന്നും അദ്ദേഹം അങ്ങനെ തന്നെയാണ്.
ധോണി ഡൽഹിയിൽ കപ്പുമായി വിമാനമിറങ്ങിയ കാലത്തിൽ നിന്ന് കൃത്യം 19 വർഷങ്ങൾക്കിപ്പുറം 2026 വേൾഡ് കപ്പിലെ ഇന്ത്യയുടെ വിജയത്തിന്റെ ആഹ്ലാദാരവങ്ങൾ അടങ്ങും മുൻപ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ റൺവേയിലേക്ക് ഒരു ചെറിയ ചാർട്ടേഡ് വിമാനം ധൃതി പിടിച്ചു പറന്നിറങ്ങിയത് ആ ടൂർണമെന്റിലെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ട്രോഫി അയാളുടെ കൈകളിൽ ഏൽപ്പിക്കാനായിരുന്നു. എങ്കിലും സഞ്ജുവിനെ കാത്ത് വിമാനത്താവളത്തിൽ ഇറമ്പി നിന്ന ആരാധകർക്ക് മുന്നിൽ ആ മൊമെന്റ് തട്ടിയെടുക്കാനായി പിതാവ് സാംസൺ എട്ടുന്നില്ല. പത്രക്കാർക്കും രാഷ്ട്രീയക്കാർക്കും ഭർത്താവിനെ വിട്ടുകൊടുത്ത് ക്യാമറകളിൽ നിന്ന് ഓടിമറയുന്ന ചാരുലത രമേശിനെയും നാം അവിടെ കണ്ടു. സഞ്ജു വീട്ടിൽ വന്നു കയറുമ്പോൾ പോലും കുടുംബാംഗങ്ങളെ ക്യാമറകൾക്ക് മുന്നിൽ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. നിർത്തിവിട്ട ഒരു കാറിന്റെ മറവിൽ നിന്ന് ആൾക്കൂട്ടത്തിന്റെ സ്നേഹത്തിനിടയിൽ നിൽക്കുന്ന മകനെ ഒളിഞ്ഞും തെളിഞ്ഞും നോക്കി നിർവൃതിയടയുന്ന മമ്മി ലിജി സാംസണെ കഷ്ടപ്പെട്ടു നോക്കിയാൽ നിങ്ങൾക്ക് പക്ഷേ ചിലപ്പോൾ കണ്ടെത്താൻ കഴിയും. അത്രമാത്രം. സാംസൺ വിശ്വനാഥ് ആരെയും തിരഞ്ഞുപോകുന്നില്ല. അദ്ദേഹത്തിന്റെ വഴിക്ക് കയറി ചെല്ലുന്നവരോട്, അന്വേഷിച്ചെത്തുന്നവരുടെ ചോദ്യങ്ങളോട് സത്യസന്ധമായി പ്രതികരിക്കുന്നു. അത്രയേയുള്ളൂ. മനസ്സിലുള്ളത് ഒളിപ്പിച്ചുവെച്ച് പോളിഷ് ചെയ്തെടുത്ത പ്രതികരണം നൽകാൻ അദ്ദേഹം തയ്യാറല്ല. അങ്ങനെയുള്ള ആ പിതാവിനെ സോഷ്യൽ മീഡിയയിൽ ചട്ടം പഠിപ്പിച്ചല്ല ലോക ചാമ്പ്യനെ ഇനിയുള്ള നാളുകളിൽ നാം ബഹുമാനിക്കേണ്ടത്. ഡൽഹി കാലത്ത് കൂടെയുണ്ടായിരുന്ന പോലീസുകാർ ഹെഡ് കോൺസ്റ്റബിളുമാരും പിന്നീട് സബ് ഇൻസ്പെക്ടർമാരുമൊക്കെയായി നക്ഷത്രാങ്കിതമായ ചുമലുകൾ പതിച്ചുകിട്ടിയ ജീവിതത്തിൽ അത് അദ്ദേഹത്തിനൊരു നഷ്ടമായി തോന്നാൻ സാധ്യതയില്ല. ഇനിയുള്ള 10 വർഷങ്ങളാണ് സഞ്ജുവിന്റെ നല്ല കാലമെന്ന അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തോട് നമുക്ക് ചേർന്നു നിൽക്കാം. ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളിൽ നിന്ന് വരാനിരിക്കുന്ന ഇടിമുഴക്കങ്ങൾക്കുവേണ്ടി നമുക്ക് കാത്തിരിക്കാം.